CH സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയാതെ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ. സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ വെബ്സൈറ്റിൽ നൽകിയ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് പരാതി. അപേക്ഷിക്കാനുള്ള സമയം നീട്ടി നൽകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെയും ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലെയും പെൺകുട്ടികൾക്കായി സംസ്ഥാന സർക്കാർ നൽകുന്ന CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിന് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. മറ്റു സ്കോളർഷിപ്പുകൾക്ക് 2-3 മാസം അപേക്ഷിക്കാനുള്ള സമയം അനുവദിക്കുമ്പോൾ CH സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നൽകുന്നതെന്നാണ് ആക്ഷേപം. സെൻട്രൽ ഗവൺമെന്റിനുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. അപ്പോൾ അതിനെല്ലാം 1-2 മാസമാണ് അപേക്ഷിക്കാനുള്ള ടൈമുള്ളത്. പക്ഷേ CHന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഒരു 10 ദിവസം, കൂടിപ്പോയ ഒരു 15 ദിവസം, അതിൻ്റെ ആ ഒരു ടൈം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപേക്ഷയിൽ തെറ്റുപറ്റിയാൽ തിരുത്താനുള്ള ഓപ്ഷൻ ഇല്ലാത്തതും വിദ്യാർത്ഥികൾക്ക് ദുരിതമാകുന്നു. എന്തെങ്കിലും സ്വാഭാവികമായി തെറ്റ് പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ കോളേജിൽ നിന്ന് റിട്ടേൺ ചെയ്യുമ്പോൾ ആ കംപ്ലൈന്റ് എഡിറ്റിൽ ഓപ്ഷനിൽ തിരുത്താൻ പറ്റുമോ. പക്ഷെ ഇപ്രാവശ്യം മുതലാണ് അത് പറ്റാതെ വന്നതെന്ന് വരുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെ കുട്ടികൾക്ക് വരുന്നുണ്ട്. വെബ്സൈറ്റിന്റെ തകരാറ് മൂലം പല കുട്ടികളും അപേക്ഷിക്കാൻ കഴിയാതെ പിൻവാങ്ങേണ്ടി വരുന്നതായും വിദ്യാർത്ഥികൾ പറയുന്നു. സ്വാഭാവികമായിട്ടും ഏത് സ്കോളർഷിപ്പ് വെബ്സൈറ്റ് ആയി കഴിഞ്ഞാലും ജാമും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതിനനുസരിച്ചുള്ള അപ്ഡേഷൻസ് ഈ പുതിയ സൈറ്റിനകത്ത് വന്നിട്ടില്ല. വിദ്യാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ കോളേജിലെ നോഡൽ ഓഫീസർമാർക്ക് പരിശോധിക്കാൻ കഴിയാത്തതുൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ വെബ്സൈറ്റിനുണ്ട്. വെബ്സൈറ്റിന്റെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നും സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയം നീട്ടി നൽകണമെന്നുള്ള ആവശ്യവുമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. മലപ്പുറത്ത് നിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.